ഏറ്റ ജോലി കൃത്യമായി ചെയ്തു. എന്നാൽ അതിനുശേഷം നേരിടേണ്ടി വന്നതോ തികച്ചും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി. കുഞ്ഞിനെയും കൊണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ മുല്ലപ്പൂ വിറ്റിരുന്ന ധന്യയുടെ അവസ്ഥ കണ്ടാണ് സുരേഷ് ഗോപി തൻ്റെ മകളുടെ കല്യാണത്തിലേക്കുള്ള പൂക്കൾ നൽകാനുള്ള ഓർഡർ നൽകിയത്. ഒരു MP എന്ന നിലയിലല്ല, ഒരു സാധാരണക്കാരൻ എന്ന നിലയിലാണ് അദ്ദേഹം ആ ഓർഡർ ധന്യയ്ക്ക് നൽകിയത്. ക്ഷേത്രനടയിൽ കണ്ട ധന്യയുടെ പൂ വിൽക്കുന്ന ആ കാഴ്ച അദ്ദേഹത്തെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ കുറച്ച് പൂക്കൾ വാങ്ങിയതിന് പുറമെ എന്തിനാണ് ഇത്രയും വലിയ ഓർഡർ കൊടുക്കാൻ ഒരുങ്ങിയത്? ധന്യയുടെ വീട് തേടി പിടിച്ചായിരുന്നു അന്ന് അദ്ദേഹം ആ ഓർഡർ നൽകിയത്. അതിന് ആവശ്യമായ പണവും സുരേഷ് ഗോപി കൊടുത്തു. സുരേഷ് ഗോപിയുടെ നന്മയുടെ വാത്സല്യത്തിൻ്റെ നിറഞ്ഞ മനസ്സായി അത് എല്ലാവരും വാഴ്ത്തിപ്പാടിയെന്ന്. അന്നു മുതൽ ധന്യയും അവരുടെ കുടുംബവും മാധ്യമങ്ങളിലെ പ്രധാന വാർത്തയായി മാറി. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവും കഴിഞ്ഞു. എല്ലാം അവസാനിച്ചിട്ടും മാധ്യമങ്ങളും മറ്റും മാത്രം ധന്യയെ വിട്ടില്ല. ആ കല്യാണ ഓർഡറും കല്യാണവും കഴിഞ്ഞിട്ടും ധന്യയും കുടുംബത്തിനെയും പറ്റിയുള്ള ചർച്ചകൾ മാത്രം അവസാനിച്ചില്ല എന്ന് വേണം പറയാൻ. അതോടെ മറ്റൊരു പ്രശ്നം കൂടി പിടികൂടി. ധന്യയ്ക്കും ഭർത്താവിനും സുരേഷ് ഗോപി ധാരാളം പണം നൽകി, ഫ്ലാറ്റ് വാങ്ങി നൽകി, കട തുടങ്ങാൻ പണം നൽകി. അങ്ങനെ കഥകൾ ഒരുപാടാണ് ഇറങ്ങിയത്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സഹായം ഇവർ ആവശ്യപ്പെട്ടിട്ടില്ല, സുരേഷ് ഗോപി നൽകിയിട്ടുമില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ ഏക പൂക്കച്ചവടം പോലും മുടങ്ങുമെന്ന അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. അവർ യാതൊരു സഹായവും ചോദിച്ചിട്ടുമില്ല, ഒട്ട് കിട്ടിയതുമില്ല. അവരെ സുരേഷ് ഗോപി അത്തരത്തിൽ സഹായിക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു. കാരണം ആ പൂ വിറ്റ് കിട്ടുന്ന വരുമാനത്തിലെ ജീവിതം അവർക്ക് സ്വർഗാനുഭവമായിരുന്നു. അവർ അതിൽ തൃപ്തരായിരുന്നു എന്ന് വേണം പറയാൻ. ചെയ്തു വരുന്ന പൂക്കച്ചവടത്തിലെ വരുമാനം കൊണ്ട് മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. പക്ഷേ അവർ കോടീശ്വരിയായി എന്നും മറ്റും പറഞ്ഞ് സമൂഹത്തിൽ ആ കുടുംബം അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. സുരേഷ് ഗോപി ഒന്നും തന്നിട്ടില്ലെന്നും പറയാൻ വയ്യ, നമ്മൾ അദ്ദേഹത്തോടൊന്നും ചോദിച്ചിട്ടുമില്ല എന്നും പറയാൻ വയ്യ. ഒന്നും പറയാൻ കഴിയാതെ നിസ്സഹായയായിട്ട് ധന്യ മാധ്യമങ്ങളോട് ഇതിനെപ്പറ്റി പ്രതികരിച്ചത് അങ്ങനെയാണ്. എന്തിനും വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കാൻ ആൾക്കാർ ഏറെയാണ്. ഭീഷണിയെ ഭയന്ന് ജീവിക്കുകയാണ് ഇവരിപ്പോൾ. ഒരു സഹായം ലഭിച്ചു എന്നതിൻ്റെ പേരിൽ രാഷ്ട്രീയമായി പോലും തങ്ങളെ വേട്ടയാടുന്നു എന്നാണ് ധന്യയുടെയും കുടുംബത്തിൻ്റെയും പരാതി.